സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ബിജെപിയിൽ പടയൊരുക്കം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്തു നിന്നും താൻ മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ബിജെപിയുടെ പാർലമെന്ററി ബോർഡ് തീരുമാനിക്കും മുൻപ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപനം നടത്തിയതാണ് സംസ്ഥാന ബിജെപിയിൽ ആശയക്കുഴപ്പത്തിന് വഴിവെച്ചത്. നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥി നിർണയം പോലും പാർട്ടി രീതികൾ അനുസരിച്ചായിരുന്നു നടന്നതെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ പരാതി. കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു. നിർമ്മാണത്തിനിടെ മൈലക്കാട് ഭാഗത്തെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. സർവീസ് റോഡ് അടക്കം ഇടിഞ്ഞു താഴ്ന്നു. ഒരു സ്കൂൾ ബസും 3 കാറുകളും റോഡ് തകർന്ന ഭാഗത്ത് കുടുങ്ങി. സംഭവത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ദേശീയപാത അതോറിറ്റിയോട് വിശദീകരണം തേടി. ചരിത്രത്തിലെ ആദ്യ സർവ്വ സൈന്യാധിപനായി അസീം മുനീറിന് ഔദ്യോഗിക നിയമനം. പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയാണ് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക ഉത്തരവിറക്കിയത്. ഇതോടെ കേസുകളിൽ നിന്നും വിചാരണയിൽ നിന്നും മുനീറിന് ആജീവനാന്ത സംരക്ഷണവും ലഭിക്കും. നവംബർ 12 പാസാക്കിയ 27ാമത് ഭരണഘടനാ ഭേദഗതിയെ തുടർന്നാണ് നീക്കം. പ്രതിസന്ധി രൂക്ഷമായതോടെ ഇൻഡിഗോയിൽ ഇന്നലെ മാത്രം റദ്ദാക്കിയത് 550 വിമാന സർവീസുകൾ. വിഷയം കമ്പനി കൈകാര്യം ചെയ്ത രീതിയിൽ പ്രതിഷേധം അറിയിച്ച കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാം മോഹൻ നായിഡു ഇൻഡിഗോ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. കമ്പനിയുടെ 20 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഇൻഡിഗോ വിമാന സർവീസുകൾ കൂട്ടമായി റദ്ദാക്കുകയോ താമസിക്കുകയോ ചെയ്യുന്ന പ്രതിസന്ധിയെ ആഭ്യന്തര യാത്രക്കാരെ കൊള്ളയടിക്കാനുള്ള അവസരമാക്കി മാറ്റാനുള്ള എയർ ഇന്ത്യയുടെയും മറ്റ് വിമാന കമ്പനികളുടെയും നീക്കം പ്രതിഷേധാർഹമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അന്താരാഷ്ട്ര യാത്രകൾക്ക് പോലും ആവശ്യമായി വരുന്ന തുകയിലധികം രാജ്യത്തിനകത്തെ വ്യോമയാത്രകൾക്ക് ചാർജ് ഈടാക്കുകയാണ്. അനിശ്ചിതത്വത്തിൽ അകപ്പെട്ട വിമാനയാത്രികരെ പ്രയാസഘട്ടത്തിൽ തക്കം പാർത്ത് ചൂഷണത്തിന് വിധേയമാക്കുമ്പോൾ നോക്കുകുത്തിയായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് താനും പരാതിക്കാരിയും തമ്മിലുണ്ടായതെന്നാണ് രാഹുൽ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കുന്നതെന്നാണ് സൂചന. യുവതിയെ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു. ഹർജി കോടതി നാളെ പരിഗണിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശബരിമലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വീണ്ടും ശക്തമാക്കി. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഡിസംബർ 5-നും 6-നും അധിക സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ R ശ്രീകുമാർ അറിയിച്ചു. IPS ഉദ്യോഗസ്ഥ എന്ന പേരിൽ വോട്ട് നേടിയ പരാതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി R ശ്രീലേഖയ്ക്കെതിരെ തുടർ നടപടിക്ക് നിർദ്ദേശം. തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. പോസ്റ്ററുകൾക്ക് പുറമെ IPS ഉദ്യോഗസ്ഥ എന്ന പേരിൽ വീടുകളിൽ നോട്ടീസുകൾ വിതരണം ചെയ്തെന്ന് കാണിച്ചു നൽകിയ പുതിയ പരാതിയിലാണ് നടപടി. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ഇരു രാജ്യങ്ങൾക്കും ഭാവിയിൽ ആഗോള വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ സന്ദർശിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.